അസ്സലാമു അലൈക്കും. സാബീത്താൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത പറയാൻ വേണ്ടി വന്നത് പിന്നെ ഈ പരീക്ഷണത്തിനെ പറ്റിയാണ്. പരീക്ഷണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. അത് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരുപാട് തെറ്റുകൾ ചെയ്ത് നോട്ടിക്കണം. തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ ദുനിയാവ് തന്നെ നമുക്ക് അല്ലാഹു തരും എന്നാണോ പരീക്ഷണം? പിന്നെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് കൊടുക്കുന്നു, അപ്പം നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നു, അപ്പം അവർക്കും പരീക്ഷണമാണ്. പല പ്രശ്നങ്ങളും അതും ഇതും അപകടങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനും പറയുന്നു അത് അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു പരീക്ഷിച്ച് നോക്കുന്നതാണെന്ന്. ഇത് ഏതാണ് പരീക്ഷണം എന്നുള്ളൊരു ശരിക്കുള്ള സത്യാവസ്ഥ എനിക്കറിയത്തില്ല. ഈ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇന്ന് വന്നത്. നിങ്ങളെനിക്ക് പറഞ്ഞു തരണം, എനിക്കറിഞ്ഞൂടാ. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് വീഡിയോ കേൾക്കുക. പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയാം. കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ. കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളെ വടകരയിൽ നിന്ന് 28 റുപ്യാണ് കൊയിലാണ്ടിയിലേക്കുള്ളൂ. 28 30 എന്നറിയല്ല, ഞാൻ കൊയിലാണ്ടിയിലേക്കുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്, അത്ര ഒരുപാട് ദൂരത്തൊന്നുമല്ല. അവിടെയാണ് ഈ ജസ്ന സലീമിൻ്റെ വീട്. അപ്പോൾ ഈ ജസ്ന സലീമിന് സുഖയില്ലാണ്ടായെന്ന് പറഞ്ഞാൽ കാലിന് എന്തോ ഒരു വേദനയോ എന്തോ വന്ന്, അപ്പം കാലിന് ഇഞ്ചക്ഷൻ വെച്ച്. പക്ഷെ ഇഞ്ചക്ഷൻ വെക്കണ്ടെന്ന് ജസ്ന പറഞ്ഞിക്ക് പോലും. അതിലും ഞാൻ പറയുന്നത് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്തിനാ വെച്ചേ? പിന്നെ വെക്കണ്ടെങ്കിൽ നിങ്ങൾ ആടെ പോകാണ്ടിരുന്നാൽ പോരെ? എനിക്ക് വെക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ പോരെ? പിന്നെ ഡോക്ടർ പിടിച്ച് വെച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചതാണോ? അങ്ങനെ വെച്ചതാണെങ്കിൽ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇഞ്ചക്ഷൻ വെച്ചതാണെങ്കിൽ നമുക്ക് എന്തായാലും ഇടപെടാനുള്ള കാരണമുണ്ട്. അപ്പോൾ ഇത് പോലീസിലെല്ലാം കേസ് കൊടുത്ത് പോലീസെല്ലാം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് കേട്ടോ നിങ്ങൾ. മാറിക്കുത്തി എന്നാ പറയുന്നത്. അപ്പം മാറിക്കുത്തുന്ന ഇഞ്ചക്ഷൻ മുന്നേ അറിയാമായിരുന്നോ? വെക്കണ്ട എന്ന് പറഞ്ഞിക്കോലും. ഈ ലെവലിൽ തന്നെ വീഡിയോസിൽ പറഞ്ഞാൽ ജസ്ന തന്നെ പറയുന്നുണ്ട്. ഈ ജസ്നാൻ്റെ 2-3 വീഡിയോസ് ഞാൻ കണ്ട്. പലരും റിലാക്ട് ആക്കി ഇട്ട വീഡിയോസ് ഞാൻ കണ്ട്. വെക്കണ്ട എന്ന് ജസ്ന പറഞ്ഞേക്ക്. പക്ഷെ മാറിക്കുത്തിയതാണെന്നും ജസ്ന പറയുന്നുണ്ട്. പക്ഷെ മാറിക്കുത്തുന്നതാണെന്ന് മുന്നേ ജസ്നക്ക് അറിയാമായിരുന്നോ? ഞാൻ അത്രമാത്രം ചിന്തിക്കുന്ന ആളെന്നെ. നിങ്ങൾക്കൊന്നും ആ ചിന്ത പോയിട്ടുണ്ടാവില്ല. മാറിക്കുത്തുന്നതാണെന്ന് അറിഞ്ഞത് കൊണ്ടാണോ കുത്തണ്ട എന്ന് പറഞ്ഞ? സത്യാവസ്ഥ അല്ലാഹുലോ. ജസ്ന തന്നെ പറഞ്ഞത് കൊണ്ടെന്നേ ഞാനത് കാര്യത്തിലാക്കി എടുത്തേ. ആരെങ്കിലും ചെയ്ത വീഡിയോസ് ഒന്നല്ല ആയിരുന്നു. ജസ്ന തന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മരിച്ചു പോകുന്ന വരെ സാധ്യത ഉണ്ട്. ചില ആള് പറഞ്ഞിട്ട് മരിച്ചു പോകുന്നത് വരെ സാധ്യത ഉണ്ട് എന്നാവും കേട്ടിട്ട്. എന്തോ വാക്ക് തെറ്റിപ്പോയതാണ്. അതിനാരല്ലോ റിലാക്ട് ആക്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അത് പോട്ടെ. എന്നോടും പല വാക്കുകളെല്ലാം തെറ്റിപ്പോക്കുന്നുണ്ട്. നമ്മൾ എന്ത് മറ്റുള്ളവരെ കൊണ്ട് പറയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കണം. തല തിരിച്ച് നമ്മൾ വേറെ ആളെ കൊണ്ട് പറയുമ്പോൾ തല തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കണേ നിങ്ങൾ. ഓക്കെ. ഇവളിങ്ങനെ സുഖയിലാണ്ട് കിടന്ന വീഡിയോസ് ഓളെ ഭർത്താവ് എന്നല്ല, ജസ്ന സലീമാണ് ഓളെ ഭർത്താവ്. പക്ഷെ കൂടെ കാണുന്നത് പൊട്ടെല്ലാം തൊട്ടിട്ടുള്ള ഒരാളെയാണ്. ഡാൻസിലും പിന്നെ റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്ന പൊട്ടെല്ലാം തൊട്ടിട്ടുള്ള ഒരാളാണ്. എനിക്കതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടതാണ് നിങ്ങളോട് പറഞ്ഞത്. ഓളെ കൂടെ ഉള്ള കണ്ടതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പിന്നെ ഓക്കിങ്ങനെ സുഖയില്ലാണ്ടായപ്പോൾ ഓളെ കൂടെ ഉള്ള അയാൾ വീഡിയോസ് ഇട്ടപ്പോൾ സുഖമില്ലാത്ത അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ മയ്യത്തപ്പ അതിൻ്റെ മരിച്ചു പോകുന്നെല്ലാം പറഞ്ഞിക്കല്ലോ. മരിച്ചു പോകാൻ വരെ സാധ്യത ഉണ്ട് എന്ന്.
ഇഞ്ച മയ്യത്തപ്പ എടുക്കുന്നത്, ഇഞ്ഞപ്പ മരിക്കുക, ഇതൊക്കെ പലരും വന്നിട്ട് കമന്റ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരെ, മുത്തുമണികളെ, സ്നേഹം കൊണ്ട് നിങ്ങളോട് പറയാം, ഒരാൾക്ക് സുഖയില്ലാണ്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെയാണോ പറയുക? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ മാറി കുത്തി പോകുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടൂറിന് പോയാൽ വണ്ടി മറിഞ്ഞു പോകുമോ? നിങ്ങൾക്കും നിങ്ങളെ വീട്ടിലും എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ? നിങ്ങൾ പണ്ടാരം പറഞ്ഞിക്കേനും പഴുത്ത ചപ്പ് വീഴുമ്പം, പഴുത്ത ഇല വീഴുമ്പം പച്ച ഇല ചിരിക്കൂന്ന് കേട്ടുക. പഴുത്ത ചപ്പ് എന്നാ ഞാള് പറയാ. പച്ച ഇല വീഴുമ്പോൾ പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കൂന്ന്. നാളെ ആ ഇലയും വീഴൂന്ന്, പഴുത്ത് കഴിഞ്ഞാൽ നാളെ ആ പച്ച ഇലയും വീഴൂന്ന് പച്ച ഇലക്ക് അറിയത്തില്ല. നിങ്ങളെ ഭാഷ പറയട്ടെ. അപ്പൊ ഇത് സുഖയില്ല. ആരിക്കാടോ സുഖയില്ലാണ്ടാവുക? കുറച്ച് പറയാനുണ്ട്. അതിനുമാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളത് അറിയാത്തൊരു സംഭവമാണ്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവും. ജസ്ന സലീം എന്ന പേരുള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, ഞാൻ അവരൊരു വീഡിയോ കണ്ടു. മരണത്തോട് മല്ലിടുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ മരണത്തോട് മല്ലിടാം, ഇത് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ വിശാൽ മീഡിയ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള വീഡിയോസ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വിശാൽ മീഡിയയോട് കൂടിയും എനക്കൊന്ന് പറയാനുണ്ട്. വിശാൽ മീഡിയ കുറച്ചും കൂടി ഞാൻ റീയടിക്കട്ടെ. കുറേ മറ്റൊരു പറഞ്ഞതും വിശാൽ മീഡിയ പറഞ്ഞതും ഒക്കെ ഓരോ വീഡിയോസ് കാണിക്കുന്നതുകൊണ്ട് കുറേ ലോങ്ങാവും. ഈ വിശാൽ മീഡിയയും ലാസ്റ്റ് പറയുന്നതിൽ കൂടി എനിക്ക് യോജിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിശാൽ മീഡിയയും കൂടി ഇങ്ങോട്ട് കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ട് ഇപ്പോൾ കാലം മുറിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈപ്പ് വരുമോ ഒന്നും അറിയില്ല. കാരണം അത് പറ്റിയതിന് ശേഷം ഇത്രയും ദിവസത്തിന് വേദന, കാലിന് വേദന മാറിയില്ല. ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ട് ഇങ്ങനെ വരണമെങ്കിൽ അത് വീണ്ടും ചെയ്താക്കല്ലേ. പിന്നെ ആ ഒരു കാലത്ത് മാത്രം വരേണ്ട കാര്യമില്ല. ഈ വേദന ആക്കാനാണെങ്കിൽ 2 കാലത്ത് വരും. പോരാത്തതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുത്തെ ഡോക്ടർ ഇഞ്ചക്ഷൻ കാര്യമൊക്കെ വെച്ച് അല്ലെങ്കിൽ കണ്ടില്ല. അപ്പോൾ ഈ വിശാൽ മീഡിയയെ സ്നേഹത്തോടു കൂടി ഞാൻ പറയുകയാണ് നിങ്ങളോട്. ഫക്രുദ്ദീൻ സാറ്, ഈ സാറും പറയുന്നുണ്ട്, പിന്നെ നീര് വന്നതാണോ ഇഞ്ചക്ഷൻ കുത്തിയിട്ട് വന്നതാണോ എന്നൊന്നും അറിയില്ല. ആ കാല് രണ്ടും നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾ ഓരോ വീഡിയോസ് എല്ലാം ചെന്ന് നോക്കിക്കോളി മക്കളെ. നല്ല കറുത്ത് തടിച്ച് നല്ല നീര് വന്നിട്ടുണ്ട്. പാദസാരം വരെ ഒരു കാലിൻ്റെ അത് കഴിച്ചത്, അത്രയും നല്ല ഒരു കാലത്ത് അടിച്ച് കാണും. അല്ല, നമ്മളെ കാഴ്ചപ്പാടിൽ നല്ലോണം കാണാനുണ്ട്. ആ തടിച്ച് തുടുത്ത് വന്ന കാലം നമ്മൾ കാണുന്നുണ്ട്. അവിടെ കരിഞ്ചോര കെട്ടിയതിൻ്റെ തൊട്ട്. കാരണം ഇഞ്ചക്ഷൻ മാറി കുത്തിയിട്ടാണ് ഇങ്ങനെ ആ മരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഫക്രുദ്ദീൻ സാറും പറയുന്നുണ്ട് ഇതിൽ. ഫക്രുദ്ദീൻ സാറ് വീഡിയോസ് നിങ്ങൾ പോയി കണ്ടോളി. ഫുള്ളും കാണിക്കാനൊക്കെ ആവില്ല, നേരെ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കും പറയണ്ടേ. പിന്നെ അത് ഇഞ്ചക്ഷൻ മാറി കുത്തിയതാണോ അല്ലെ കാലിന് നീര് വന്നതാണോന്നും ഞാനറിയല്ല എന്ന്. അപ്പം കാലിന് നീര് വന്നതും ഒരു പിന്നെ അസുഖമായിട്ട് വന്നതും പിന്നെ കാല് അറിഞ്ഞൂടെ സാറേ? സാറിനോട് എനിക്ക് സ്നേഹമാണ്. നല്ല ഒരു സാറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല എപ്പോഴും വീഡിയോസ് കാണുന്ന സാറാണ്. ദേഷ്യമോ വെറുപ്പോ ഒന്നും കൊണ്ടല്ല. പക്ഷെ ആ കാല് കണ്ടാൽ അറിഞ്ഞൂടെ സാറേ? ഈ പിന്നെ ഇഞ്ചക്ഷൻ കുത്തി മാറിയിട്ട് തന്നെയാണ്. ഇതിനാ നമ്മളൊരാളെ സ്വീപ്പാക്കാനും പരിഹസിക്കാനും പോകേണ്ട ആവശ്യം? പിന്നെ അത് മാത്രമല്ല, സാറ് പറഞ്ഞിട്ടുണ്ട് അടുത്ത് അവർക്കൊരു വയ്യാന്ന് പറയുമ്പോ അയ്യോ സാറ് ചേട്ടാ പാവായിട്ടാ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാവും. ഇവരുടെ കാര്യം എന്തോ എനിക്കങ്ങനെ തോന്നണില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സഹതാപവും സ്നേഹവും തോന്നും. ഈ ജസ്ന സലീമിനോട് സ്നേഹവും സഹതാപവും ഫക്രുദ്ദീൻ സാറിന് തോന്നിയിട്ടില്ല എന്നാണ് സാറ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? പിന്നെ അയ്യപ്പൊട്ടെല്ലാം തൊട്ട് ആളെ കൂടെ പോകുന്നത് കൊണ്ടാണോ, നടക്കുന്നത് കൊണ്ടാണോ, അങ്ങനെ എന്തല്ലോ പിന്നെ പറഞ്ഞ സാറ് പറയുന്നുണ്ട്, ഉസ്താദുമാരോട് പ്രതികരിക്കും പോലും ജസ്ന പിന്നെ മറ്റേ പാർട്ടിക്കാരെ പ്രതികരിക്കും. ഇതെല്ലാം ഈ വിശാൽ മീഡിയ പറയുന്നുണ്ട്. പാർട്ടിക്കാരെ പ്രതികരിക്കും, ഉസ്താദുമാരെ കൊള്ള ചെല്ലുന്നുണ്ട് എന്നൊക്കെ അങ്ങനെല്ലാം പറയുന്നത് കൊണ്ടാണ് ജസ്ന സലീമിന് ഇങ്ങനെ ഭരത്തം വന്നിട്ട് പിന്നെ ഫക്രുദ്ദീൻ സാറിന് സങ്കടം തോന്നാത്തത്. അതുപോലെ പല ആർക്കും സങ്കടം തോന്നുന്നില്ല.
ആർക്ക് ജസ്ന സലീമിന് ഇങ്ങനെ പറ്റിയിട്ട്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സാൽ നിങ്ങളോട് പറയുന്നു, സങ്കടം തോന്നണം. അവര് ചെയ്യുന്ന തെറ്റ് അത് അവർക്ക്. പക്ഷേ ഒരു മനുഷ്യന് ഒരു അപകടങ്ങളോ ഒരു വിഷമങ്ങളോ പറ്റുമ്പോൾ പൂച്ച നമ്മൾ എത്ര ഇവിടുന്ന് മീൻ കടിച്ചു കൊണ്ടുവന്ന് 2 ദിവസം മുന്നേ ഒരു അയക്കൂറ വാങ്ങിക്കൊണ്ടുപോയിട്ടാ വലിയൊരു അയക്കൂറ കടിച്ചോണ്ടായി കളഞ്ഞ. നമ്മൾ എന്നിട്ട് അതിനെ സ്നേഹിക്കുന്നില്ലേ? അല്ലേ? അപ്പോൾ ഈ ജസ്ന സലീം ഓള് ആരോടോ എന്തോ കാട്ടിയ കാട്ട അത് ശിക്ഷ കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്. അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അള്ളാഹുവാണ്. പക്ഷെ ഓൾക്കൊരു അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയം പോലെ ആയതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, എനിക്ക് ആർക്കൊരു സങ്കടവും വിഷമം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടാ. അപ്പൊ ഫക്രുൻ ദിവസം എന്താവോ സാറേ എന്നെക്കാട്ട് എത്രയോ വിവരമാണ്, അറിവാണ്. അത് നിങ്ങളൊരു ഉസ്താദ് ഭാഗം പഠിച്ച ആളാണ്, മാഷാണ്, കൗൺസിലിങ്ങിന് പോയ അറിയുന്ന ആളാണ്. പക്ഷേ സാറേ ഞാനൊന്ന് പറയട്ടെ, ഒരാൾക്കൊരു അപകടങ്ങളും വിഷമങ്ങളും കാണുമ്പോൾ ഞമ്മക്കത് സങ്കടവും സഹതാപവും ഖേദവും വന്നാൽ അവരോട് വന്നാൽ അവർക്കങ്ങ് നന്മകളങ്ങ് പോക്കല്ല. ഞമ്മക്ക് മറ്റുള്ളവരോട് സ്നേഹവും സഹതാപങ്ങളും സങ്കടങ്ങളും വരുന്ന മനസ്സിനാ. സാറ് മനസ്സിലാക്കുന്നുണ്ടാ? എല്ലാവരോടും റിലേറ്റ് ചെയ്യുന്ന എല്ലാവരോടും, മറ്റുള്ളവരോട് നിങ്ങൾ അള്ളാഹ് പറഞ്ഞില്ലേ, ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവൻ നമ്മളോട് കരുണ ചെയ്യൂന്നാ പറഞ്ഞേ. അള്ളാഹ് പറഞ്ഞു തന്നാ, ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ ചെയ്യുന്ന. ആരാ ആകാശത്തുള്ള? അള്ളാഹു തൂണിലും തുരുമ്പിലും ഉണ്ട്, അത് വേറെ വിഷയം അല്ലേ? അങ്ങനെയാണ്. അങ്ങനത്തെ സാറേ ഇങ്ങനെ സങ്കടാണ് സാറേ. എനിക്കും ഓളെ പറ്റിയിട്ട് ഇങ്ങനെ പൊട്ടെല്ലാം തൊട്ട ആളെ കൂടെ പോകുമ്പോൾ വിഷമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നല്ല സാറേ. എന്നാൽ സാറേ ഒരു പച്ച ജീവിയല്ലേ ഓള്, ഒരു പച്ച ജീവിയല്ലേ. ആ ജീവിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ എങ്ങനെയാ സങ്കടപ്പെടാണ്ട് നിങ്ങൾക്ക് തോന്നുന്നേ? എല്ലാവരോടും ഞാൻ പറയാം, എങ്ങനെയാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ? സത്യം പറയാൻ കാക്ക ചാവുകയും കിടന്നാൽ വരെ എൻ്റെ കുട്ടിപ്രായത്തിൽ 6ഉം 7ഉം പിന്നെ 5ഉം വയസ്സുള്ള സമയത്ത് കാക്ക ചാവാൻ കിടന്നാൽ പോലും കാക്കക്ക് കരഞ്ഞുകൊണ്ട് ഉമ്മ ഇപ്പം കാക്ക ചത്തു പോകും ഉമ്മ എന്നും പറഞ്ഞ് കാക്കേൻ്റെ കിടന്ന് ചത്തും പിന്നെ കരഞ്ഞുകൊണ്ട് കാക്കക്ക് വെള്ളം കൊടുത്ത കുട്ടിക്കാലമായിരുന്നു എൻ്റെത്. അതുകൊണ്ട് നിങ്ങളറിയാം, എന്നെ 6ാമത്തെ വയസ്സിൽ എന്നെ ബസ് കുത്തിയേക്ക്. എന്നെ ബസ് വന്ന് എൻ്റെ ടൗണിൽ നിന്ന് 6ാമത്തെ ബസ്സിൽ ബസ് കുത്തിയിട്ട് എനിക്ക് വലിയ പരിക്കാവാണ്. എല്ലാവരും എന്നെ കൈ വെച്ചിട്ടതാ. മരണം, തലച്ചോറ് ഇവിടെ ഇനിയിപ്പോൾ അടിയാളം കാണുന്നുണ്ടാ? ഇവിടെ പൊളന്ന് ഇങ്ങനെ തന്നെ പൊളന്ന് ഇവിടെ ഇപ്പോൾ എല്ലില്ല. എന്താ വേലിന് കൂട്ടും പോലെ ഇവിടെ എല്ലില്ല. തലച്ചോറ് കംപ്ലീറ്റ് റോഡും ഇല്ല. കണ്ട അന്യപുരുഷന്മാരും കണ്ട അന്യ മതക്കാരാണ് കാറിൽ ഏതോ വണ്ടിയിൽ വലിച്ചിട്ട് റോഡും വന്ന് തലച്ചോറ് ഭാരി തലയിൽ വെച്ച് കെട്ടിപ്പോയത്. കാലതിൻ്റെ ബാക്കി കാല് ടയറിലൊന്ന് വലിച്ചിട്ടതാ. കാല് സാരിയില്ല, തല സൂക്ഷിച്ചോന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയോ? ഇത്തിരി എല്ലാവരും എന്നെ കൈവച്ചതാ. 6 വയസ്സുള്ള ഒരു ചെറിയ കൊച്ചു മോളാ ഞാൻ. ആ മോളെ ഇത്രയും അതാ ഞങ്ങൾ പറഞ്ഞത്, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ ചെയ്യും. പക്ഷേ ദേഷ്യവും വെറുപ്പിലൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഓക്ക് മരിച്ചില്ലേ, ഓക്ക് അങ്ങനെ കിട്ടണം, എനിക്ക് സഹതാപം തോന്നില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്ത നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങല്. ജസ്നാനോട് സ്നേഹം ഉണ്ടായിട്ടോ, ജസ്നാനോട് ഖേദം ഉണ്ടായിട്ടോ, ഓളോട് മുഹബത്ത് ഉണ്ടായിട്ടോ ഒന്നുമല്ല മാഷേ. ഒന്നുമല്ല എൻ്റെ ഇത് കാണുന്ന മുത്തുമണികളെ. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു വിഷമം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ഹൃദയം കേൾക്കുന്നത്? ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോട്ടേനോ, അല്ലെങ്കിലും എനിക്ക് സങ്കടം തോന്നുന്നില്ല. പല ആളും റിയലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മാഷ് പറയുന്നതെല്ലാം മാഷയിൽ പറഞ്ഞു, എൻ്റെ പൊന്നാര വിസാൽ മേടി മാഷേ, മറ്റുള്ളവർ ഉസ്താദിനെ കൊണ്ട് പറഞ്ഞിട്ടാവോക്ക് അങ്ങനെ കിട്ടിയത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഉസ്താദ്. അല്ല മാഷേ, ഞാനും മാഷേ പിന്നെ ഉസ്താദിന് വേണ്ടി വീഡിയോസ് ചെയ്ത ഒരാളാണ്. എനിക്കും വല്ലതും സംഭവിച്ചാൽ ചിലപ്പോൾ യൂട്യൂബിൽ ഞാൻ ഇട്ടെന്ന് വരും. അത് ഉസ്താദിനെ പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യല്ലേ ഉസ്താദെ, അല്ല ചെയ്യല്ലേ പിന്നെ വിസാൽ മീഡിയ. എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാം, ഞാൻ ഉസ്താദിനോട് എന്താണ് പറഞ്ഞതെന്ന് എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിനോ എൻ്റെ വീട്ടുകാർക്കോ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ലോകത്തുള്ള ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ പല ആണുങ്ങളും പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് 1ഉം 2ഉം മക്കളായിട്ട് ഇട്ടേച്ച് പോയി കളഞ്ഞിട്ട് ഒരുപാട് പെണ്ണുങ്ങളില്ലേ മക്കളും ഭാര്യയും കഷ്ടപ്പെടുന്നു. കുഞ്ഞു മക്കളെയും കൊണ്ട്
എത്ര കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ മാധ്യമത്തിൽ കാണുന്നില്ലേ, കരഞ്ഞു പറയുന്നത്. അങ്ങനെ ഉസ്താദ് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, അല്ല നിങ്ങൾ പല സദസ്സിൽ നിന്ന് ദുആ ചെയ്യണേ, ആണുങ്ങളോട് നിങ്ങൾ കാര്യം പറയണേ, പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറയുന്നെന്താ ഉസ്താദെ, നിങ്ങൾ ആണുങ്ങളെ കൊണ്ടും പറയണമെന്ന് ഞാൻ പറഞ്ഞേന്. എന്നെ കൊണ്ട് പല ഉസ്താദും കുറ്റം, പല ഉസ്താദല്ല, ഈ ഉസ്താദ് സിറാജുൽ ഉസ്താദ് എന്നെ കൊണ്ട് എന്തെല്ലാം വിളിച്ചു പറഞ്ഞത് ഇല്ലേ. അപ്പൊ അങ്ങനത്തെ സമൂഹത്തിന് വേണ്ടി പറയണേന്ന് പറഞ്ഞ് വീഡിയോസ് അത് കേൾക്കാണ്ട് സൈനക്കാർ ഉസ്താദിനോട് പറയണം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്ത്. അപ്പൊ അത് ഞാൻ കുറ്റക്കാരത്തിയാണോ, അത് ഞാൻ ഉസ്താദിനെ കുറ്റം പറയുന്നവളാണോ? വിശാൽ മീഡിയ എനിക്കും വല്ലതും സംഭവിച്ചാൽ ഉസ്താദിനെ കൊണ്ട് പറഞ്ഞിട്ടാണെന്ന് നിങ്ങൾ വീഡിയോ ചെയ്യല്ലേ, നിങ്ങൾ ചെയ്യുന്ന കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ മനസ്സ് അള്ളാഹു നോക്കേ, അള്ളാഹു നിങ്ങളെ മനസ്സ് നോക്കേ. നിങ്ങളെ മുന്നിലും മക്കളും കൂട്ടവും കുടുംബവും ഒക്കെ ഉണ്ട്. എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹമാണ് എനിക്ക് സാബിത്താക്കുള്ളൂ കേട്ടാ. അള്ളാന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ കക്കറ്, വഞ്ചിക്കറ്, ചതിക്കറ്, നമ്മൾ വ്യഭിചരിക്കാനും പാടില്ല. ഇങ്ങനെ നമ്മൾ നന്മകള് ഇതെല്ലാം ഉപേക്ഷിച്ച് നന്മകൾ ചെയ്യാം. അല്ലാണ്ട് ഞാനിപ്പോ ഒരാളോട് അയിഞ്ഞാടിയതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോസിൽ ആണുങ്ങളെ ഇവിടെ നിന്ന് ഇട്ടേന് ഞാൻ എന്താ അതിതാ ഒരു മോശക്കാരത്തിയായി വന്നോ? ഞാൻ ഉസ്താദിനോട് എന്താ പറയുക, നൂലുമ്മിൽ ഷഫോ നൂതിപ്പോയനല്ലേ റസാവുള്ള ഉസ്താദ് എന്നെ പറഞ്ഞത്. ഇതെല്ലാം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയല്, അതെല്ലാം ഉസ്താദിനെ കുറ്റം പറയലാണോ? സിറാജുൽ ഉസ്താദ് വിളിച്ചു പറഞ്ഞ എന്നെ കൊണ്ട് കുറ്റം പറഞ്ഞൊരു ഉമ്മ ഉണ്ട് എന്ന് വിളിച്ചാൽ നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ എന്താണ് ഉസ്താദിനോട് പറഞ്ഞതെന്ന് വിശാൽ മീഡിയ നിങ്ങളൊന്ന് കേൾക്കണേ വിശാൽ മീഡിയ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പറയല്ല, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ വീഡിയോനെ അധികം കാണല്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരെ ഞാൻ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് അള്ളാന്റെ പരീക്ഷ ഈ ചൂരൽ മല പൊട്ടി നേരം വെളുക്കുവാൻ കാത്തുക്കോ അല്ല. ചൂരൽ മല പൊട്ടിയിട്ട് ആയിരക്കണക്കിന് തൊട്ടിൽ കിടക്കുന്ന മക്കൾ അടക്കം, ഉസ്താദുമാർ അടക്കം, ആലിമ്യങ്ങൾ അടക്കം ഒലിച്ചു പോയില്ലേ അല്ലെ? അത് അള്ളാന്റെ പരീക്ഷണം. അവര് യൂട്യൂബ് നടത്തിയിട്ടാണോ, അവര് മറ്റുള്ള പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ടാണോ, അവര് ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാ? അതുകൊണ്ട് അസുഖം വരുന്നത് ഇന്നയാൾക്ക് നില്ല കേട്ടോ വിശാൽ മീഡിയ. പിന്നെ അവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണെങ്കിൽ അത് അള്ളയായിട്ടുള്ള ഒരു കൺഷനാണ്, അവരായിട്ടുള്ള ശിക്ഷയാണ്. നമ്മക്ക് ആർക്കും പറയാനോ ശിക്ഷ പറയാനോ കൊടുക്കാനോ സങ്കടം തോന്നാണ്ടിരിക്കാണ്ട് അർഹതയെ ഞമ്മക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് വല്ല കുറ്റവും നിങ്ങൾക്ക് ശസ്നാനൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറയണോ? നിങ്ങളെ വീട്ടിൽ കുത്തിഞ്ഞ് പറഞ്ഞോ? ഈ മാധ്യമത്തിൽ വിളിച്ചു പറഞ്ഞ് കേൾക്കാത്തോലിക്കും കാണാത്തോലിക്കും കേൾപ്പിച്ചിട്ട് എല്ലാവരുടെ മുന്നിലും മോശമായി ചിത്രീകരിപ്പിച്ചാൽ അതിന്റെ കുറ്റം ആർക്കാണ് മാഷേ? ആർക്കാണ്? യൂട്യൂബ് ചെയ്യുന്ന ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബറെ ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് അതിന്റെ കുറ്റം ഉണ്ടാവുക? ഞങ്ങളെ എല്ലാ കുറ്റവും പോവും കേട്ടോ. നിങ്ങളെല്ലാ ഇബാദത്തും ഇങ്ങോട്ട് വരും. ഇതാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഇൻഷാ അല്ലാ മക്കളെ. അതുകൊണ്ട് പരീക്ഷണം എന്ന് പറയുമ്പോ പരീക്ഷണം നിങ്ങൾ പറയുന്നേ ഒരുപാട് സ്വത്തും മുതലും പണവും അള്ളാഹുവിനോട് അടുക്കുന്നവർക്കും പരീക്ഷണം ഉണ്ടാകും. അവർക്ക് അള്ളാഹു പരീക്ഷിപ്പിക്കും പോലെ ഒരുപാട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നവർക്കും അടുക്കുന്നവർക്കും അള്ളാഹു പരീക്ഷണം കൊടുക്കും പോലെ, അപ്പം മോശമായി നടക്കുന്നവർക്കും പരീക്ഷണം കൊടുക്കും പോലെ. അപ്പൊ ഈ പരീക്ഷണത്തോട് പരീക്ഷണം ഏത് പരീക്ഷണം ഇപ്പൊ നമ്മൾ വിശ്വസിക്കണ്ടേ? എല്ലാവരും ഇങ്ങോട്ടാ. ഏത് പരീക്ഷണം നമ്മൾ വിശ്വസിക്കണ്ടേ? നമ്മക്കൊരു കൽപ്പന ഉണ്ട്. നമ്മളൊരാളെ വഞ്ചിക്കറ്, ചതിക്കറ്, കക്കറ് ഒരാളെ കൊണ്ടൊന്നും പറയറ്. നമ്മൾ സ്നേഹം, സങ്കടവും, സഹതാപങ്ങൾ, സഹായങ്ങൾ കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മക്ക് നന്മകൾ അള്ളാഹു തരും. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യ്, അള്ളാഹു നമ്മക്ക് കരുണ ചെയ്യും. നമ്മളോട് അള്ളാഹുവിന്റെ രഹമത്തും ബർക്കത്തും നമ്മക്ക് അള്ളാഹു ചെറിഞ്ഞു തരും. ആരോട് പറയാൻ, എന്ത് പറയാൻ? ഒക്കെ മക്കളെ, മാഷേ വല്ല തെറ്റും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, മാപ്പാക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ആരെ വിഷമിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പറയേണ്ടത് നിങ്ങൾ മാധ്യമത്തിൽ കൂടി പറഞ്ഞ് നിങ്ങൾ ഏതോ ദുനിയാവിന്റെ അറ്റത്തുനിന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ എൻ്റെ റൂമിൽ വെച്ചാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ നിങ്ങളെ കയ്യിൽ നിങ്ങൾ അറിയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാധ്യമത്തിൽ കൂടി നിങ്ങളോട് പറയുന്നത് കേട്ടോ മക്കൾ. ആരെൻ്റെ വിശാൽ മീഡിയ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല വീഡിയോസ് തന്നെ ഇടല് മുത്തുമണിയാണ്. പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രണ്ടാമത്തെ തിരുത്തി പറയുന്ന ആളാണ് നമ്മളെ വിശാൽ മീഡിയ. നിങ്ങൾ ആരും ഒന്നും കുറ്റം പറയാറ്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വിശാൽ മീഡിയയോട് പറഞ്ഞതാണ്. മാഷാ അല്ലാഹ്.